നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തർ എയർവേസ് സൗദി അറേബ്യയിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. പുതിയ സർവീസുകൾ അൽ ഉല, തബൂക്ക് എന്നിവിടങ്ങളിലേക്കാണ് സജ്ജമാക്കിയിരിക്കുന്നത്. യാൻബുവിലേക്കുള്ള സർവീസ് വീണ്ടും തുടങ്ങാനുള്ള നീക്കവുമുണ്ട്. ഈ മാസം 29-ന് അൽ ഉലയിലേക്കും ഡിസംബർ 6-ന് യാൻബുവിലേക്കും 14-ന് തബൂക്കിലേക്കുമാണ് സർവീസ് തുടങ്ങുന്നത്. അൽ ഉലയിലേക്ക് ആഴ്ചയിൽ 2 സർവീസുകളാണ് ഉണ്ടാകുന്നത്. യൻബുവിലേക്കും തബൂക്കിലേക്കും 3 വീതമാണ് സർവീസ് നടത്തുന്നത്. നിലവിൽ ദമാം, ഗാസിം, ജിദ്ദ, മദീന, റിയാദ്, തെയ്ഫ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ ഉള്ളത്. പുതിയ 3 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് തുടങ്ങും. അതോടെ ഖത്തർ എയർവേസിന്റെ സർവീസുകൾ സൗദിയുടെ 9 നഗരങ്ങളിലേക്ക് എത്തും. സൗദിയുടെ സാംസ്കാരിക ചരിത്ര വിസ്മയങ്ങൾ ഏറെയുള്ള നഗരങ്ങളാണ്. അതിനാൽ ഇവിടേക്കുള്ള യാത്രകൾ എളുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ 3 നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഖത്തർ എയർവേസിന്റെ വെബ്സൈറ്റിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ദുബായിയുമായി ബന്ധപ്പെട്ടൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, ദുബായിലെ അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി താമസ വാടക ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ്. അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി വാടക ഈ വർഷം ഒരു ചതുരശ്ര അടിക്ക് 95.7 ദിർഹമാണ്. 2017-ൽ ഇത് 95.5 ദിർഹമായിരുന്നു. വില്ലകൾക്ക് ശരാശരി വാടക ഒരു ചതുരശ്ര അടിക്ക് 91.3 ദിർഹമാണ്. അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി വാടക 2017 ജനുവരിക്ക് ശേഷമുള്ള ഉയർന്ന നിരക്കിലാണ്. വില്ലകളുടെ വാടക നിരക്കിലും വൻ വർധനയുണ്ട്. ദുബായിലെ ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2017-നെ അപേക്ഷിച്ച് ഈ ജൂലൈയിൽ ശരാശരി താമസ വാടകയിൽ 22% വർധനവ്. ഈ വർഷം ജൂലൈയിൽ മൊത്തം വാടക കരാറുകളുടെ എണ്ണം 3,25,727 ആണ്. 2019-ലെ ഇതേ കാലയളവിൽ ഇത് 2,27,011 ആയിരുന്നു. 43.5% വർധനവ്. 4 വർഷം മുമ്പ് വരെ 12 മാസത്തെ കരാറിൽ 4 or 5 ചെക്ക് മുൻകൂട്ടി കൈമാറിയിരുന്നു വാടക നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക വാടക കരാറുകൾ നേരിട്ട് പണമടയ്ക്കുന്ന രീതിയിലേക്കാണ് മാറിയെന്ന് വിലയിരുത്തൽ. വാടക നിരക്ക് ദുബായിൽ കൂടി തുടങ്ങിയതോടെ ഷാർജയിൽ നിന്നും മറ്റു വടക്കൻ എമിറേറ്റുകളിൽ നിന്നും ഇവിടേക്ക് താമസം മാറ്റുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നതായി മുമ്പ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോവിഡിനെ തുടർന്ന് 2 വർഷം ദുബായിൽ പല മേഖലകളിലും വാടക കുറഞ്ഞിരുന്നു. കരാമയിൽ പോലും 80,000 ദിർഹം വാർഷിക വാടക നിരക്കായിരുന്നത് 70,000-ലേക്ക് കുറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഷാർജയിൽ നിന്നും മറ്റു കൂടുതൽ കുടുംബങ്ങൾ ദുബായിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ 2021 അവസാനം മുതൽ വിപണി കൂടുതൽ സജീവമായതോടെ ദുബായിൽ പലയിടത്തും വാടക നിരക്ക് കൂടാൻ തുടങ്ങി. ഇതേ നിലയിൽ വാടക കൂടുമെന്ന് മേഖലയിലുള്ളവരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ബിസിനസ് ബേ, ഗ്രീൻസ്, ദൈറ, ദുബായ് സ്പോർട്സ് സിറ്റി, പാം, ജുമൈറ എന്നിവിടങ്ങളിലെ വാടക നിരക്ക് കൂടിയിരുന്നു. 2012-ലെ ഉയർന്ന നിലയിലേക്കായിരുന്നു വാടക കൂടിയിരുന്നത്.